സായിപ്പ് ഇഷ്യൂ. എടാ സായിപ്പിന്റെ ഇഷ്യൂ എന്താന്ന് അവൻ തന്നെ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ. 690K ആയോ നമ്മള്? 10,000 കൂടെ കുഞ്ഞുവാവെ നമ്മൾ റിവീൽ ചെയ്യുമ്പോ 700K അത്രേ ഉള്ളു. സായിപ്പിന്റെ ഇഷ്യൂ ഞാൻ പറയാം. ഒരു കുണ്ണെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ പറയാതെ ബാക്കിയൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഒരു കുണ്ണെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ എന്തോ പ്രശ്നമുണ്ട്. കൊച്ചിന്റെ വണ്ടി എടുത്ത് ഓടിക്കുക, വീട്ടിലത്തെ കൊട ചവിട്ടി ഓടിക്കുക, കൊടയൊക്കെ ചവിട്ടി ഓടിച്ച് നാക്കൊക്കെ കടിച്ചു പിടിച്ച് കൊടയൊക്കെ ചവിട്ടി ഓടിക്കുക. ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ മെയിൻ വിനോദം. ഓക്കെ, അന്നേ എനിക്കൊരു ബാഡ് അടിച്ചതാണ് മെയിനായിട്ട് ഫസ്റ്റ് കാര്യം. എന്നിട്ട് കുഞ്ഞ് സ്റ്റാപ്ലെയർ വിഴുങ്ങി ഒരു ദിവസം. നമ്മുടെ കുഞ്ഞ് സ്റ്റാപ്ലെയർ വിഴുങ്ങി. കാശിക്കുട്ടൻ സ്റ്റാപ്ലെയർ വിഴുങ്ങിയ ദിവസം പുള്ളി നൈസായിട്ട് ഗീവ് അവേക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഫോണിന് പകരം അവിടെ ഒരു എന്തോ ഒരു സ്റ്റീലിൻ്റെ കുണ്ണ എടുത്ത് വെച്ച്, മനസ്സിലായോ? അത് വെച്ചിട്ട് പുള്ളി നൈസായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് വിട്ട് പുള്ളിയുടെ പാട്ടിന് പോയിട്ട് ഇത് നമ്മൾ ഇവിടെ വന്ന് കേസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാകട്ടെ. ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴും ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴും അവരുടെ കോൺവെർസേഷനിൽ കുറച്ച് അവർക്ക് കടക്കാർക്ക് നല്ല വിഷമം വന്നു. കാരണം അവർ കുറേ നാളായിട്ട് ജെന്യൂനായിട്ട് നല്ല രീതിയിൽ അടൂര് ബിസിനസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഈ പറയണ എക്സ്പീരിയ മൊബൈൽസ്. വർഷങ്ങളായിട്ടുണ്ട്, എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ഒരു സ്ഥാപനം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഷോപ്പുമാണ്. അപ്പം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർക്ക് നല്ല ഫീഡ്ബാക്ക് അടിച്ചു. കാരണം ലൈവിൽ എല്ലാവരും കണ്ടത് അവർ ഫോൺ കൊടുത്തത് ശോകസാനം എന്നുള്ള രീതിയിലാണ്. ഇത് ഇവൻ മാറ്റി വെച്ചതാണ്, മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ കോൺവെർസേഷനും അതെല്ലാം കുറച്ച് ശോകമായപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഫീഡ്ബാക്ക് അടിച്ചു. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഇടപെട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 പയ്യന്മാരാണ് അവൻ്റെ ഫോൺ കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു കൊടുത്തത്. ഈവൻ ഞാനടക്കം പറഞ്ഞത് ആ പയ്യന്മാരായിരിക്കും എടുത്തത്. നിങ്ങൾ അവരെ ചോദ്യം ചെയ്തത്. സൈബർ സെല്ലിൽ കേസ് അപ്രൂവ് ആയതിൻ്റെ അന്ന് പയ്യൻ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു കുണ്ണയാണ്, ഞാനാ എടുത്തത് എന്ന് അവൻ കുറ്റസമ്മതം നടത്തി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കൊടുത്തിട്ട് പോയി. അപ്പോൾ അത് നമ്മൾ ഡിജിറ്റലി തെളിവായിട്ട് റെക്കോർഡാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ പുള്ളി വേറെ എന്തെങ്കിലും കാരണമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കാണിക്കണമല്ലോ. സോ അപ്പോൾ അത് ഡിജിറ്റലി ഒരു തെളിവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ അതിലൊന്നുമില്ല. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കണ ഒരു പട്ടിയെ വിശ്വസിക്കരുത്, മനസ്സിലായ? ഇവനൊക്കെ നാളെ എന്തുവാണ് കട്ടോണ്ട് പോകുന്നതെന്ന് പറയാം. നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചുറ്റും ഉണ്ടെങ്കിൽ എപ്പോഴും നോക്കണം. ഞാനാണ് ഗെയിമിംഗ് റൂമിലെ സാധനങ്ങൾക്കൊക്കെ ഇപ്പം നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും വാതിലടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് 1 2 3 കൗണ്ട് ചെയ്യും. കാറിന് വരെ നമ്പർ ഇട്ട് ഞാൻ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു, നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവനൊക്കെ എല്ലാത്തിനെയും സൂക്ഷിക്കണം. എല്ലാവന്മാരെയും സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ കാര്യമുള്ളൂ. ഒരു പട്ടിയെ വിശ്വസിക്കരുത്. അതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏക പാഠം, മനസ്സിലായോ? അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരുത്തനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തരുത്, മനസ്സിലായോ? അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ. കാരണം ഞാൻ ഡൈപ്പറായിട്ട് വരാം. നിഹാൽ ബ്രോ വരുന്നതിന് മുമ്പ് ഡൈപ്പർ ഏത് ബ്രാൻഡാണ് ഞാൻ കൊച്ചിന് ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രാൻഡ് ഉപയോഗിക്കാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞില്ല, ചെക്കൻ ലൈവ് വള്ളി സെറ്റാക്കിയല്ലേ. ഓ, അത് നടക്കട്ടെ. അവരുടെ വള്ളിയൊക്കെ നടക്കട്ടെ. ഇന്ന് വൈരങ്കോട് വേലയാണ് അണ്ണാന്ന്. വൈരങ്കോട് വേല എന്ന് പറഞ്ഞാൽ എന്താ? ഉത്സവം ഇതെന്താ? കമ്പോ? ഓ, അതിനാണല്ലേ അങ്ങനെ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ബ്രോ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കമ്പം. ഓക്കെ. ഉത്സവം പൂരം പോലത്തെ ഒരു CCTV വെക്കുന്നത് നല്ലതാ ബ്രോ. എൻ്റെ റൂമിൽ ഒരു ഹിഡൻ CCTV ഉണ്ട്, ഈ ഗെയിമിംഗ് റൂമിൽ. ഇവന്മാർക്ക് പോലും അറിയത്തില്ല, ഇതിനകത്ത് ഒരുത്തനും അറിയത്തില്ല അത് എവിടെ ഇരിക്കുന്നതെന്ന്. സത്യമായിട്ട് ഇതിനകത്തൊരു CCTV ഉണ്ട്. നമുക്കൊക്കെ നമ്മള് എന്തിനാ പേടിക്കണത്? രാത്രി കിടക്കാൻ മാത്രം പേടിക്കാ മതി. കയ്യിലേക്ക് കൊടുത്ത് അതൊക്കെ എന്നെ കണ്ട് പപ്പേനെ കയ്യിലേക്ക് അടിച്ചിട്ട് കിടക്കണത്. അതൊക്കെ എന്നെ കണ്ട് ഇപ്പൊ അതൊക്കെയാണ് പപ്പയുടെ കയ്യില്. ഇതൊക്കെയാണ് ഇവന്റെ വേഷം. വീട്ടിലൊരു ഇതായി. ഇപ്പൊ പറയല്ലേ, ഞാൻ പറയല്ലേ, ബോബ് രഘുല് പോയപ്പോ മമ്മിക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയി. ഇപ്പൊ ബോബ് രാവിലെ ഇടാക്കുക, എണ്ണീക്കുക, കയ്യിലേക്ക് കൊടുത്ത് പശുവിനെ കറക്കാൻ പോവാ, പാല് കൊണ്ട് കൊടുക്കുക. ഇവിടുത്തെ ആളായി ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നവൻ. റാപ്പിന്റെ ഒരു സ്നീക്ക് പീക്ക് പറയാമെന്ന്.